നമ്മുടെ തണ്ണിമത്തൻ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ. ഈ 3 ഫ്രൂട്ട്സും വെച്ചിട്ട് നമ്മൾ ഇന്ന് കോലൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. സാധാരണ കോലൈസ് വെച്ച് നമുക്ക് ഈ വലിപ്പേ കാണുള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വലിയ കോലൈസ്, അത് 3 ഫ്ലേവറിലാണ്. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓരോന്നായിട്ട് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് കഴുകി എടുക്കാം. ഓറഞ്ച് പുറത്തുനിന്ന് കാണുന്നത് ഭംഗിയാണെങ്കിലും ഇതൊക്കെ പാക്ക് ചെയ്ത സ്ഥലമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തുള്ള കഴുകും ചെല്ലിക്കുണ്ടാവും. അത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നില്ല, വൃത്തിയാക്കി നമ്മൾ ഓറഞ്ച് കഴുകി കുട്ടപ്പാക്കി എടുക്കാം. നമുക്ക് ഇനി നമ്മുടെ മുന്തിരി കഴുകുക. ഇത് സീഡ്ലെസ് നല്ല പച്ച മുന്തിരി കേട്ടോ, നല്ല മധുരമുള്ള ടൈമാണ്. ഇത് നന്നായിട്ട് കഴുകിട്ടോട്ടെ നമുക്ക്. അങ്ങനെ കഴുകിയെടുത്ത ഫ്രൂട്ട്സിനെ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് പാകപ്പെടുത്തി നല്ല ജ്യൂസ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോ നേരം തുടങ്ങാൻ അപ്പോൾ പണി തുടങ്ങുന്നത് തണ്ണിമത്തനാണ്. സംഭവം തണ്ണിമത്തൻ നമ്മൾ തപ്പിയെങ്കിൽ നമുക്ക് കിടന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ സീസൺ ആവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ തലയും പാലും കളഞ്ഞ് തൊലി തീർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ തൊലിയൊക്കെ ചെത്തി സുന്ദര കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി ഇടണം കേട്ടോ. ഇത് നല്ല അടിപൊളി തണ്ണിമത്തൻ ഇങ്ങനെ പീസാക്കി നമ്മൾ പാത്രത്തിൽ മാറ്റാനുള്ള പരിപാടിയാണ്. നല്ല കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെ മധുരം ഉണ്ടാകും നോക്കണ്ടേ. നല്ല മധുരം കേട്ടോ, വേനലാകുമ്പോൾ സമുദ്രം മധുരം. ഇനി കട്ട് ചെയ്ത പീസുകൾ മാറ്റി ഓരോ തണ്ണിമത്തനായിട്ട് നമുക്ക് സെറ്റാക്കി ഇടണം. കട്ട് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് വായിലേക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ മൊത്തത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ചിൽ കിടക്കാം. ഓറഞ്ച് നമുക്ക് പിരിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓറഞ്ചിനെ നേരെ 2 പീസാക്കി മാറ്റാണ്. നല്ല ഓറഞ്ചാണ് ഇത് കേട്ടോ. 2 പീസാക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി നിങ്ങൾ വട്ടത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ലൈസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സാധനമില്ലേ നിങ്ങൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഓറഞ്ചുകളെല്ലാം നമ്മൾ 2 ആക്കി മുറിച്ചെടുക്കാണ് പിരിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓറഞ്ച് നോക്കി എന്ത് രസമാണ് കാണാൻ. അപ്പോൾ 2 ആയി മുറിച്ച് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് പിരിയുന്ന പരിപാടി കേട്ടോ. അപ്പോൾ നല്ല ജ്യൂസ് മാത്രം നമ്മൾ എടുക്കുള്ളൂ. ഓരോന്നായിട്ട് പിരിഞ്ഞ് എണ്ണ ജ്യൂസ് എടുക്കണേ. അടിപൊളി കണ്ട നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഓറഞ്ച് എന്തായാലും നമുക്ക് ഇത്ര നിൽക്കില്ല. ഈ റൗണ്ട് കഴിഞ്ഞാൽ 3-4 റൗണ്ട് എന്തായാലും സെറ്റ് ആക്കാൻ വരും. എന്നാലും നമുക്ക് വേണ്ട ജ്യൂസ് കിട്ടുള്ളൂ. അങ്ങനെ ഓറഞ്ച് പിഴിഞ്ഞൊരു വിധമായിട്ട് ഒരുപാട് ഓറഞ്ച് പിഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ട ജ്യൂസ് കിട്ടിയത്. ഇനി അടുത്താണ് നമ്മുടെ മുന്തിരി കുട്ടനാണ്. മുന്തിരി നമുക്ക് ജ്യൂസ് എടുക്കാനുള്ള. അപ്പോൾ ഈ മുന്തിരി കുട്ടനെ നമ്മൾ അടത്തി തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മുന്തിരികളായിട്ട് നമ്മൾ അടത്തി എടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഓരോന്ന് നടത്തിയെടുക്കുമ്പോഴേ നമുക്ക് ഇതിലൊക്കെ കേടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റൂട്ടാ. അതാണ് നമ്മൾ നടത്തിയെടുക്കേണ്ട ഗുണമേ. അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങ നമ്മൾ കൊലയിൽ നടത്തുന്നതും അവസാനം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചമുന്തിരി നമ്മൾ മെയിനായിട്ട് പച്ചക്കളർ ഐസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് സീഡ്ലെസ് എടുത്തിരിക്കുന്നത്. സീഡ് നമ്മൾ അടിക്കുമ്പോൾ ആ കുരുമുടി വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ കരയപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീഡ്ലെസ് മുന്തിരി നോക്കി പച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ തണ്ണിമത്തനാണ് ഇട്ട് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി പടപെട്ടാണ് ജ്യൂസ് അടിക്കുക കേട്ടോ. നേരെ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ചെടുക്കാണ്. മധുരം നമ്മൾ പിന്നെ അടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടത് അടിപൊളി കേട്ടാ. നിറയെ തണ്ണിമത്തൻ ജ്യൂസാണിത്. ഇത് നമ്മുടെ പച്ചമുന്തിരിയാണ്. നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ജാറിലിട്ട് പടപെടാൻ അടിച്ചു കേട്ടോ. തണ്ണിമത്തൻ ഓറഞ്ച് അതുപോലെ മുന്തിരിയൊക്കെ ഇത്തിരി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പച്ച കളർ ഭംഗിയാണ്. അതിൻ്റെ ഒരു തുണ്ട് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ഫുഡ് കളർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സംഭവം ഉണ്ടാക്കുമ്പോൾ പ്രസന്റേഷനിലും നമുക്ക് വേണ്ട രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര നമ്മൾ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി യോജിച്ച് കൊടുക്കട്ടെ. നമ്മുടെ മുന്തിരിക്കുട്ടൻ ഇളക്കി റെഡിയാക്കി. ഇത് നമ്മുടെ ഓറഞ്ച് ഫ്രൂട്ട്സിൻ്റെ അത്യാവശ്യം മധുരം ഉണ്ടാകും. നമ്മൾ കുറച്ച് മധുരം ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ തണ്ണിമത്തൻ ഇനിയാണ് നമ്മുടെ ഐസ് ഉണ്ടാക്കാനുള്ള ഫ്രെയിമിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ പുതിയതായിട്ട് നമുക്ക് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഫ്രെയിമാണ്. അപ്പോൾ നമ്മുടെ കോളേജിന്റെ ഐസിന്റെ പോർഷനിൽ അതിന്റെ ഏകദേശം 1000 വലിപ്പം പറഞ്ഞാൽ വലിയൊരു ഫ്രെയിം നമ്മൾ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അടിപൊളി അടിപൊളി. ഇനി ഓറഞ്ച് ആണ്. ഇനി നമ്മുടെ തണ്ണിമത്തനാണ്. അങ്ങനെ നമ്മുടെ 3 കോലീസ് ഉണ്ടാക്കാനുള്ള മിക്സ് നമ്മൾ റെഡിയാക്കി നമ്മുടെ കോലത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി ഇത്
നേരെ നമ്മൾ ഫ്രീസ് ചെയ്ത് നമ്മുടെ കോലൈസ് റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ വെച്ചാൽ 24 മണിക്കൂർ നമ്മളുടെ ഈ ഒരു കോലൈസ് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം എന്തായാലും നമ്മുടെ ഐസ് റെഡി ആയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ തുടങ്ങാല്ലേ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഐസ് എന്തായാലും നമുക്ക് നോക്കാം. റെഡി? അടിപൊളി, നോക്ക് മക്കളെ. സംഭവം നമുക്ക് പൊക്കി വേണം പറ്റില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 40 രൂപ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ഇത് കെടുത്തിട്ടാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. നേരെ നമ്മുടെ ഐസിന് വീട് നോക്കട്ടെ. ഓക്കെ, വാമോനെ. കോലൈസ് പുറത്തേക്ക് വന്ന് മക്കളെ. അടിപൊളി. നോക്ക്, നമ്മുടെ തണ്ണിമത്തൻ കോലൈസ് പുറത്തേക്ക് വന്ന് മക്കളെ. അപ്പോൾ സംഭവം കാണാനായിട്ട് അടിപൊളി. നോക്കിയാൽ ശരിക്കും നമ്മുടെ കോലൈസ് പോലെ തന്നെ. അപ്പോൾ നമ്മുടെ പച്ചമുന്തിരി ഐസാണ്. അടിപൊളി.